ഇന്ന് എത്തിയിരിക്കുന്നത് ഇലക്ഷൻ നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. ഏപ്രിൽ 26-നാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഇലക്ഷനാണ് ഏപ്രിൽ 26 നടക്കുന്നത്. അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഓരോ പാർട്ടിക്കാരും നമ്മുടെ നാട്ടിലും വീടുകളിലും നമ്മളെ വന്ന് തെരഞ്ഞു പിടിച്ച് വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അല്ലാത്ത ഒരു ടൈമിലും രാഷ്ട്രീയക്കാർക്ക് നമ്മളെ ആവശ്യമില്ലാത്ത ഒരു ടൈമാണ്. നിങ്ങൾ ചിന്തിക്കണം, നമ്മുടെ നാട്ടിലെ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന CPM LDF പാർട്ടി, ഈ പാർട്ടി ജീവിതത്തിൽ നമുക്ക് നല്ല കാര്യങ്ങൾ മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയൊരു നല്ല പാർട്ടി ഉണ്ടാകുമ്പോൾ നമ്മൾ വേറൊരു പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യണം. ഇത്രയും നമ്മൾ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരിക്കലും വേറൊരു ഗവൺമെൻറ്റിനെ ഇനി ഇവിടെ വരാൻ അനുവദിക്കരുത്. കാരണം നിങ്ങൾ ചിന്തിക്കണം, കാരണം ഫസ്റ്റ് തന്നെ നമ്മൾ ചിന്തിക്കാനുള്ള ഒന്ന് വെച്ചാൽ നമ്മളെ വിലക്കയറ്റം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണ് ഞാനും നിങ്ങളും എല്ലാവരും. എന്നിട്ടും ജനങ്ങൾക്ക് വേണ്ടി സപ്പോർട്ടിന് വേണ്ടിയിട്ട് മാവേലി സ്റ്റോറുകൾ വഴി 13 ഐറ്റം സാധനങ്ങൾക്കാണ് വില കുറച്ചിട്ടുള്ളത്. 13 ഐറ്റം സാധനങ്ങൾക്കും വിലയില്ല. അതുകൊണ്ട് നമുക്ക് തീർച്ചയായും മാവേലി സ്റ്റോറിൽ പോയി നമ്മൾ വാങ്ങാൻ ശ്രമിക്കുക. മാവേലി സ്റ്റോറിൽ ചെന്നാൽ നമുക്ക് 1 രൂപ പോലും ചിലവില്ലാതെ നമുക്ക് തിരിച്ചു പോരാം. അത്രയും ഗുണം നമ്മളുടെ LDF സർക്കാർ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. കാരണം മാവേലി സ്റ്റോറിൽ തന്നാൽ ഈ 13 ഐറ്റം സാധനങ്ങളും അവരെ സ്റ്റോക്ക് ഉണ്ടായില്ല. അതുകൊണ്ട് നമുക്ക് തീർച്ചയായും നമുക്ക് തിരിച്ചു പോരാം. 1 രൂപ നമുക്ക് ചിലവില്ല. ആകെ ചിലവ് എന്ന് പറഞ്ഞാൽ അവർ പോയി വരുന്ന ചിലവ് മാത്രമേ ഉള്ളൂ. ബാക്കി ഒരു ചിലവും ഇല്ലാതെ നമുക്ക് നമ്മളെ വീട്ടിൽ തിരിച്ചെത്താം. പുറത്തുനിന്ന് നമുക്ക് സാധനങ്ങൾ വാങ്ങിയാൽ മതി. അത്ര വിലക്കയറ്റത്തിൻ്റെ കുറച്ച് സാധനങ്ങൾ മാത്രം നമ്മൾ വാങ്ങിയാൽ മതി. ഫസ്റ്റത്തെ ഗുണമാണ്. രണ്ടാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ ക്ഷേമ പെൻഷനോ ഒരു പെൻഷനോ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നില്ല. അത് നമ്മളുടെ ഗവൺമെൻറ് അത്രയേറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ പെൻഷൻ തരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെ പെട്രോളിൽ നിന്ന് എടുക്കുന്ന GST നിന്നൊക്കെയാണ് ഈ പെൻഷൻ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പെട്രോളിന് ഇത്ര ചാർജ് കൂട്ടുന്നതെന്ന് കുറേ തവണ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് പോലും നമ്മുടെ LDF സർക്കാരിന് 6-7 മാസമായിട്ട് പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല. കാരണം വെച്ചാൽ അതും കേന്ദ്ര സർക്കാരാണെങ്കിൽ അവരെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നൊരു പാർട്ടി ഉണ്ടാകുമ്പോൾ ഒരിക്കലും നിങ്ങൾ വേറൊരു പാർട്ടിക്ക് വോട്ട് ചെയ്യരുത്. LDF എന്ന ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിച്ചാൽ ഇന്ത്യ തന്നെ അവർ മനോഹരമാക്കും. അതുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഇനിയും അവർ പല ഗുണങ്ങളുമുണ്ട്. അവർക്ക് നമ്മൾ ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കും. കാരണം നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി അവർ കേരളം മൊത്താകെ ഒരു യാത്ര ചെയ്തു. ആ യാത്ര ചെയ്യുന്നതിന് മുന്നേ ഗതാഗത മന്ത്രി പറഞ്ഞൊരു ഡയലോഗുണ്ട്. കാരണം യാത്ര ചെയ്യുമ്പോൾ ഒരു ബസ് എടുക്കുന്നുണ്ട്. ബസ്സിന് വെറും ചെറിയ പൈസ ആയിട്ടുള്ളൂ, വെറും 2 കോടി. ആ 2 കോടി എടുക്കുമ്പോൾ ജനങ്ങളുടെ ഈ ഇത്രയും മന്ത്രിമാർ യാത്ര ചെയ്യുമ്പോൾ അത്രയും മന്ത്രിമാരുടെ വണ്ടി പോയാൽ അത്രയേറെ പെട്രോളും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അതുകൊണ്ട് ജനങ്ങളെ ഫണ്ട് തുലയ്ക്കാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് 2 കോടിക്ക് അവർ ബസ് എടുത്തു. ആ ബസ്സോ ജനങ്ങളുടെ ഫണ്ട് കൊണ്ടെടുത്ത് അത്രയും ജനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കേരളം മൊത്താകെ അവർ കറങ്ങി. ഈ കറങ്ങിയിട്ട് അവർ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. കാരണം ഈ കറങ്ങുന്ന സമയത്ത് എത്ര മന്ത്രിമാരുണ്ടോ അത്രയും മന്ത്രിമാർക്കുള്ള എസ്കോട്ടും അവരുടെ വണ്ടിയും അടക്കം ബാക്കിൽ യാത്ര ചെയ്തു. അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ ബസ്സും അവർ ബാക്കിൽ വിട്ടു. കാരണം എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ ആ ബസ് വേറെ ബസ്സിൽ കയറി പോരാൻ വേണ്ടി 2 കോടി മുടക്കി ഒരു ബസ് എടുത്തു. ആ ബസ്സിൽ യാത്ര ചെയ്യുകയും അതിന് പുറമെ വേറെ അവരുടെ വണ്ടികളും പുറകെ വരികയും ചെയ്തു. ടോട്ടൽ ഒരു 10-15 കോടി അവരാണ്ട് പൊടിച്ചു. അത്രയും ജനങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ജനങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാനാണെന്ന് പറഞ്ഞു. പ്രമുഖർക്ക് മാത്രം അവരോട് ഇരുന്ന് ഭക്ഷണം കഴിച്ച് സംഭാഷണം സംസാരിക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ കൊടുത്ത ഓരോ പരാതികൾക്കും കൃത്യമായിട്ട് അവർ ഇത് തന്നിട്ടുണ്ട്. ഒരു പരാതി നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ അടുത്ത്. കാരണം ബീവറേജിൽ കുറേ ഔട്ട്ലെറ്റുകളിൽ നമ്മൾ വാങ്ങാൻ സ്ഥലങ്ങളില്ലാത്തത് കൊണ്ട് ഒരാൾ പരാതി ചെയ്തു. അതിന് കൃത്യമായിട്ട് അവിടെ മറുപടിയും കൊടുത്ത് പുതിയ ഇത് തുറന്നും കൊടുത്തു. കാരണം കുറേ ആളുകൾ കൂടുന്തോറും ഇത് കൊടുക്കാൻ ആളില്ലാത്തത് കൊണ്ട് ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ സ്ഥലത്ത് അതിനുള്ള പോംവഴികളും അവർ ചെയ്തു കൊടുത്തു. രണ്ടാമത് വെച്ചാൽ പാവപ്പെട്ട ഒരാൾ അവരെടുത്ത ഒരു ലോണിൻ്റെ അടവ് കുറയ്ക്കാൻ വേണ്ടി കൊടുത്തു. അത് നമ്മളെ സർക്കാർ അത്രയേറെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു. കാരണം 3-3.5 ലക്ഷം കൊടുക്കാനുള്ള സ്ഥലത്ത് 500 രൂപ ഗവൺമെൻറ്റാണ് കുറച്ച് കൊടുത്തു. 500 രൂപ കുറച്ച് കൊടുത്തതിന് ശേഷം ബാക്കി നിങ്ങൾ അടച്ചാൽ മതി പറഞ്ഞു. അത്രയും അനുകൂലമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ദിവസം അയാൾക്ക് ജോലിക്ക് എങ്ങനെ പോയാലും 700 രൂപ കിട്ടുന്ന സ്ഥലത്ത് അയാൾ ഒരു ദിവസം ഈ പാർട്ടി പരിപാടിക്ക് ചെന്നിട്ട് അയാൾക്ക് കുറച്ച് കിട്ടിയത് 500 രൂപയാണ്. ആ 500 രൂപ കൊണ്ട് അയാൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം നിങ്ങൾ ചിന്തിക്കണം. നമ്മൾ ഇത്രയേറെ സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു പാർട്ടിയില്ല. എല്ലാ പാർട്ടിക്കാരും ഇങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ
സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം 2 മാസം മുടങ്ങിയെന്ന് പറഞ്ഞു കേട്ടു. നമ്മളൊക്കെ ചിന്തിക്കണം, ഇത്രയേറെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടി ഉണ്ടോ? നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് പോലും ശമ്പളം മുടങ്ങിയിട്ടില്ലാത്ത പാർട്ടികൾ മറ്റേതൊക്കെ. കാരണം അത് മുടങ്ങാൻ കാരണം എന്താ? ഇത്രയേറെ ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ പട്ടിണിയാകുമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. അല്ലാതെ ഇവർ ദൂർത്തടിക്കാനൊന്നുമല്ല. ഇവർ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടി സപ്പോർട്ടിന് വേണ്ടിയാണ്. മാവേലി സ്റ്റോർ സാധനം കൊണ്ടെത്തിക്കുന്നു, എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ KSE-ബിലടക്കം ബില്ല് കൂട്ടി, ഇത് ജനങ്ങൾക്ക് സപ്പോർട്ടിന് വേണ്ടിയാണ്. KSE-ബിൽ ബില്ല് കൂട്ടി, വാട്ടർ ബില്ല് കൂട്ടി. ഏത് സംസ്ഥാനത്തും ഇല്ല ഇത്രയേറെ വാട്ടർ ബില്ലും KSE ബില്ലും കൂട്ടുന്ന ഒരു സംസ്ഥാനം. അതൊക്കെ നമ്മൾ കേരളം നമ്പർ 1 ആയതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയാൽ ഓപ്പറേഷൻ ഒന്നും ചെയ്യണ്ട. കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലുകളും പൊതിച്ചോറ് കൊടുത്തും രോഗം മാറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് അമേരിക്കയിൽ പോയി ചികിത്സിക്കാൻ പോകുന്നത്. അതിലും നമ്മൾ നമ്പർ 1 ആണ്. കാരണം കേരളത്തിലെ ഹോസ്പിറ്റലുകൾ ചികിത്സിച്ച് നമ്മളിൽ നമ്പർ 1 ആണ്. കാരണം ഒരു രോഗി പോലും മരണപ്പെടാതെ അത്രയേറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം പൊതിച്ചോറ് കൊടുത്ത് അതിൽ നിന്നും കിട്ടുന്ന എനർജി കൊണ്ട് ജീവിതത്തിൽ ഒരു അസുഖം വരാതെ അവർ മുന്നോട്ട് പോകുന്നു. ഇത്രയേറെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ ഒരു സർക്കാർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിക്കണം. ഒരു 5 വർഷം കൂടി ഇവർക്ക് ഈ ഭരണം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ തുടച്ചു നീക്കപ്പെടുന്ന ഒരു പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കും LDF സർക്കാർ. നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ലോകത്ത് ഇന്ത്യയിൽ ഇനിയും ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടാകില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യും, മാക്സിമം കമൻറ്റ് ചെയ്യും.